ഹരേ മുകുന്ദ. അസ്തി സ്വസ്തരുണീകരാഗ്രവിരസൽ കൽപ്പപ്രസൂനാപ്ലുതം വസ്തു പ്രസ്തുത വേണുനാദലഹരീ നിർവാണ നിർവ്യാകുലം ത്രസ്തസ്ത്രസ്തനിരുദ്ധനീ വിവിലസൽ ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തനതാപവർഗമഖിലോദാരം കിശോരാകൃതി വേണുമ്പോൾ സുരനാരിമാർച്ചൊരിയുമാ കൽപ്പപ്രസൂനാർച്ചിതം വേണൂനാദമദം നുകർന്നു വരനിർവാണം വരിക്കും വിധോ വീണീടും തുകിൽ കൈകൾ കൊണ്ടു തടയും ഗോപീജനാരാധ്യനായി വാണീടുന്നു കിശോരരൂപനവിടെ മുക്തിപ്രദൻ സർവദാ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിതവേണുനാദം ഗോപഗോപീ ജനഗോപസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം വ്രജേ വസന്തം നവനീതചോരം പ്രജാംഗനാനാം ചതുകൂലചോരം അനേകജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വിശിഷ്ടമായിട്ടുള്ള രാസലീലയ്ക്ക് ശേഷം രണ്ട് ചെറിയ കഥകള് ഇതാ പറയുകയാണ് ആ 34-ാമത്തെ അധ്യായത്തില്. ഏകദാ ദേവയാത്രായാം ഗോപാലാ ജാത കൗതുകാഃ അനോഭിരനടുദ്യുക്തൈ പ്രയോസ്തേംബികാവനം. അംബികാവനം എന്നുള്ള ആ ധർമ്മക്ഷേത്രത്തിലേക്ക് അവിടെ വിശിഷ്ടമായിട്ടുള്ള ഉത്സവ ഘോഷങ്ങൾ നടക്കുന്നതിൻ്റെ സമാപനം കുറിക്കുന്ന ദിവസമായിരുന്നു അന്ന്. അപ്പൊ ആ ഉത്സവ പരിസമാപ്തി കുറിക്കുന്നതായിട്ടുള്ള സ്നാനഘട്ടത്തിലേക്ക് ആറാട്ടിനായിട്ട് പോകുന്നതായിട്ടുള്ള ഔത്സുക്യത്തോടുകൂടി നന്ദഗോപരും ഗോപന്മാരും ഗോപികമാരും എല്ലാവരും കൂടി അവിടെ ദാ കാളവണ്ടിയിൽ വേണ്ടതായിട്ടുള്ള ഗോരസങ്ങളെയൊക്കെ സംഭരിച്ചുകൊണ്ട് കാളകളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് യാത്രയാകുന്ന രംഗം. അങ്ങനെ ആറാട്ട് നടക്കുന്നതായിട്ടുള്ള ആ സരസ്വതീ നദി, ആ സരസ്വതീ നദിയിൽ ചെന്ന് എല്ലാവരും ചെന്ന് ആ പാർവതീ ദേവിയോട് കൂടി ഒരുമിച്ച് സ്നാനം ചെയ്ത് എല്ലാവരും ആ തീർത്ഥീകരിച്ച് പവിത്രമായിക്കൊണ്ട് ഭക്തിയോടുകൂടി പാർവതീ ദേവിയെ വേണ്ട രീതിയിൽ പൂജിച്ചു. ധാരാളം പൂജാദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് ആരാധിച്ച് തങ്ങളിൽ ആ ദേവന്മാരെല്ലാം പ്രസാദിക്കണേ എന്നുള്ള രീതിയിൽ അവര് എല്ലാവരെയും ഗാവോ ആ ആനർച്ചുർ ദേവീം ച നൃപതേംബികാം പാർവതി ദേവിയെ വേണ്ട രീതിയിൽ ആരാധിച്ച് ധാരാളം ദാനങ്ങളൊക്കെ അവിടെ ചെയ്തു. ഗാവോ ഹിരണ്യം വാസാംസി മധ്വന്നമാതൃതാഹ ബ്രാഹ്മണേഭ്യോ ദദുഃ സർവേ ദേവോ നഃ പ്രീയതാമിതി.
പശുക്കള്, അതുപോലെ തന്നെ സ്വർണം, വസ്ത്രങ്ങള്, മധു, തേൻ, പിന്നെന്താണ് മധുരാന്നം, മധുരത്തോടു കൂടിയിട്ടുള്ള മധുര അന്നം, ഇവയെല്ലാം അവിടെ നൽകി എന്ന് പറയാണ്. ഇതിനൊരു വിശേഷമുണ്ട്. ഈ ഗുരുനാഥൻ സപ്താഹം നടത്തുന്ന സമയത്ത് യജ്ഞമായിട്ട് നടത്തുന്ന സമയം. ഇപ്പൊ യജ്ഞമായിട്ട് നടത്തുമ്പോൾ അവസാനത്തെ ദിവസം, ഗുരുനാഥന്റെ സപ്താഹത്തിന് 8ാമത്തെ ദിവസമേ തീരുള്ളൂ. 7 ദിവസം വൈകുന്നേരം വരെ പാരായണം കഴിഞ്ഞ് അന്ന് അവഭൃത സ്നാനമൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഗീത 700 ശ്ലോകവും അവിടുന്ന് ചൊല്ലും. ഗീതയൊക്കെ ചൊല്ലി കൃഷ്ണാവതാരമൊക്കെ ചെയ്ത് സമർപ്പണമായിട്ട് ആ പിന്നെ ധർമ്മദൈവങ്ങൾക്കൊക്കെ പൂജ കഴിച്ച് ബ്രാഹ്മണർക്ക് കാല് കഴിച്ചുവിട്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. കാരണം ആ സമയത്ത് സാധാരണ രീതിയിൽ കാല് കഴിച്ചു കൂട്ടുന്ന രീതിയിൽ ഒന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എന്താണ് മധു വിളമ്പു എന്നാണ് പറയുക, തേൻ വിളമ്പു എന്ന് പറയുകയാണ്. മധുന്നാമൃതം, അതാണ് മധുര അന്നം എല്ലാം ബ്രാഹ്മണർക്കൊക്കെ കൊടുത്തുകൊണ്ട് അവര് ആ രാസക്രീഡയിലൂടെ കാമദേവനെ പരാജയപ്പെടുത്തിയതിന് ശേഷം ദാ ഇവിടെ ഒരു വലിയ ഒരു പെരുമ്പാമ്പിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയെ കാണാൻ സാധിക്കുന്നു ഇവിടെ. കാരണം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ആറാട്ടാണ്, അല്ലെ? നമ്മളൊക്കെ ഇന്ന് എങ്ങനെ ഈ ആറാട്ട് നിശ്ചയിക്കുന്നത് എപ്പോഴാണ്? സാധാരണ കൊടിയേറ്റല്ല നിശ്ചയിക്കുന്നത്, അല്ലെ? ആറാട്ടിന്റെ ദിവസം വെച്ചാണ് നമ്മൾ കൊടിയേറ്റ് നിശ്ചയിക്കുന്നത്. അപ്പം ആറാട്ടാണ് യഥാർത്ഥത്തില് ആ പ്രതിഷ്ഠാ ദിനമോ അല്ലെങ്കിൽ ഭഗവാന്റെ പിറന്നാളായിട്ടോ കാണിക്കുന്നത് അതാണ്. അപ്പൊ ആറാട്ട് ദിവസമാണ്. അപ്പൊ അന്ന് ദേവനെ ആ ജലാശയത്തിലേക്ക് എഴുന്നള്ളിക്കുക, അതാണ് ദേവയാത്ര എന്ന് പറഞ്ഞ ഇവിടെ ആ ദേവയാത്ര. അപ്പം ആ ദേവനെ ജലാശയത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് ആറാടിക്കുമ്പോൾ ആ ദേവന്റെ കൂടെ സ്നാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. എന്തിൻ്റെയും അവസാന ഘട്ടത്തിൽ ഒരു സ്നാനം വേണമെന്ന് പറയും. അപ്പം ഇപ്പോഴും ഗുരുനാഥൻ മള്ളിയൂർ അദ്ദേഹത്തിന്റെ ഒക്കെ സപ്താഹത്തിന്റെ ഉറപ്പായിട്ടും ഈ എന്താണ് ഒന്നുകിൽ കലശമായിട്ടാണെങ്കിലും ഭഗവാന് ഒരു ആറാട്ട് അവിടെ പതിവുണ്ട് പറയുകയാണ്. എന്തായാലും ആറാട്ടൊക്കെ കഴിഞ്ഞ് ഒരു വേദിയിൽ എഴുന്നള്ളിച്ച് ഇരുത്തി അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു പൂജയൊക്കെ ചെയ്ത് ആ സമയത്ത് ആ ഭഗവാനെ ഒന്ന് കണ്ടു തൊഴുക എന്ന് പറഞ്ഞാൽ ഇത്ര വിശേഷം വേറെ ഒന്നുമില്ല. കുമാരലു ഭഗവതിയിലൊക്കെ ആറാട്ടിന്റെ വിശേഷമായിട്ടുള്ള ഒരു പാട്ട് തന്നെയുണ്ട് അവിടെ. ആ ആറാട്ടുകടവിൽ നിന്ന് അങ്ങ് ഒരുങ്ങി ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഒരു വരവുണ്ട് ഭഗവതിയുടെ. ആ വരവ് കണ്ടുകൊണ്ട് ഭക്തന്മാര് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആറ്റിലിറങ്ങി നിന്നഴകോടെ, അങ്ങനെ ആ ഭഗവതിയുടെ ആ ഒരു വരവ് അവിടുന്ന് ആ ആറാട്ടുകടവിൽ നിന്നും എന്താണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് വരെയുള്ള ആ ഒരു ഗാംഭീര്യത കണ്ട് ഭക്തന്മാർ എഴുതിയ ഒരു കീർത്തനം, ഗംഭീരമായിട്ടുള്ള ഒരു കീർത്തനം. എന്തായാലും അതിലെല്ലാം നന്ദഗോപുരം എല്ലാവരും കൂടി പങ്കെടുത്തു അവിടെ. എന്നിട്ടോ ഊഷു സരസ്വതീ തീരെ ജലം പ്രാശ്യ ധൃതവ്രതാഹ രജനീം താം മഹാഭാഗ നന്ദ സുനന്ദകാദയ. അപ്പം ഈ ഭഗവാന്റെ ആറാട്ടിന്റെ മഹത്വത്തിന് വേണ്ട ആറാട്ട് കഴിയുന്നത് വരെ ജലപാനം പോലുമില്ല. ഇവിടെ ജലം പ്രാശ്യ എന്ന് പറയുന്നത് ജലം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം നോറ്റു. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ സ്നാനഘട്ടത്തിന്റെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട്, അതിനൊരു വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്തു എന്ന് പറയാണ്. ഇതിനു മുമ്പ് പല വിധത്തിലുള്ള രംഗങ്ങളൊക്കെ ഗോപന്മാരൊക്കെ ഭഗവാന്റെ ഈ ലീലകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. പൂതനാമോക്ഷം, ശകടാസുരവധം, അല്ലെ? ഇതൊന്നും ശരിക്ക് ഈ ഗോപന്മാരോ ഗോപികമാരോ ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാം കഴിഞ്ഞൊരു വലിയൊരു ശബ്ദം കേൾക്കും, അപ്പോഴാണ് ഓടി വരിക. ഈ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമേ ഇവർ അറിയുന്നുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് നേരിട്ട് ഇതുവരെ ആ ഭഗവാന്റെ ലീലകളൊന്നും നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം പിന്നീട് കാളിയമർദ്ദനമായിട്ടും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പറയാണോ, കശ്ചിൻ മഹാനഹിസ്തസ്മിൻ വിപണേതി ബുഭുക്ഷിത യദൃച്ഛയാഗതോ നന്ദം ശയാനമുരഗോഗ്രസീൽ. അപ്പം എല്ലാവരും ആ സ്നാനമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ആനന്ദാമൃതം അനുഭവിച്ചുകൊണ്ട് അവിടെ ചെന്ന് എല്ലാവരും കൂടി ഒരു മുറിയിൽ ചെന്ന് ശയനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം അവിടെ ഈ ജലം മാത്രം പാനം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അറിയാം ശരീരത്തിന് ക്ഷീണമുണ്ട് അവിടെ, അല്ലെ?
പക്ഷെ ശരീരത്തിന് ക്ഷീണത്തെക്കാൾ കൂടുതൽ എന്താണ് ഇപ്പൊ ക്ഷീണം ഉണ്ടായത് എങ്ങനെയാണ്? ഭഗവാന്റെ കൂടെ ആ ആനന്ദത്തില് ഒന്ന് അല്ലെ, ആ ഭഗവതിയുടെ കൂടെ പാർവതി ദേവിയുടെ കൂടെ ഒന്ന് മുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം. ആ ആനന്ദം കൊണ്ട് വിവശകളായിക്കൊണ്ട് എല്ലാവരും അവിടെ ചെന്ന് ഒന്ന് കുറച്ചു നേരം ഒന്ന് മയങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നോടെ. അങ്ങനെ കിടന്ന സമയത്താണ് ഒരു പടുകൂറ്റൻ പെരുമ്പാമ്പ് വന്ന് ഈ നന്ദഗോപരുടെ അടുത്ത് വന്നങ്ങ് കിടന്നു. എന്നിട്ടോ ആ നന്ദഗോപർ പോലും അറിയാതെ അവിടുന്ന് ആ ശയാനം ഉരകോഗ്രസീൽ അവിടുന്ന് അങ്ങോട്ട് ചുറ്റി വരിഞ്ഞു, അങ്ങ് വിഴുങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് ആ നന്ദഗോപരെ. ഇത് കണ്ടപ്പോഴത്തേക്കും നന്ദഗോപരാകെ പേടിച്ചു. സശുക്രോശാഹിനാഗ്രസ്ത കൃഷ്ണ കൃഷ്ണ മഹാനയം സർപ്പോ മാം ഗ്രസതേ താത പ്രപന്നം പരിമോച രക്ഷിക്കണേ രക്ഷിക്കണേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണാന്ന് അവിടുന്ന് നിലവിളിച്ചു. അത് ആ സമയത്ത് എന്തെന്നില്ലാത്ത ഒരു ദുഃഖം അല്ലെ. അപ്പൊ നമ്മളെ ഇതിന് നന്ദഗോപര് കാണിച്ചു തരികയാണ്, ആപത്ത് നമുക്ക് വന്നു കഴിഞ്ഞാല് വേറൊന്നും നമുക്ക് പറയാൻ, നമ്മുടെ നാവ് കൊണ്ട് പറയാനില്ല. എന്താണ്? കൃഷ്ണാന്ന് ആ നാമം ജപം. അപ്പം ഈ ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നാമം ജപം കൊണ്ട് മാത്രമേ അത് നമ്മളിൽ നിന്ന് ആ ഒരു ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയുള്ളൂ എന്ന് നമ്മളെ കാണിച്ചു തരുന്നു. എന്തായാലും ഞങ്ങൾക്ക് പ്രപന്നം പരിമോചയ, ശരണം പ്രാപിച്ച എന്നെ ആ പാമ്പിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കൂ കണ്ണ, മോചിപ്പിക്കൂ കൃഷ്ണ എന്ന് അവിടുന്ന് കരഞ്ഞു നന്ദഗോപര്. എന്തായാലും തസ്യജാക്രന്ദിതം ശ്രുത്വാ ഗോപാല സഹസോദ്ധിതാഹ ഗ്രസ്തം ച ദൃഷ്ട്വാ വിഭ്രാന്താ സർപ്പം വിവ്യധുരുൽമുഖൈഃ അലാദേ ദഹ്യമാനോപി നാമുഞ്ചത്തമുരംഗമ സമപൃശ്യൽ പദാഭ്യേത്യ ഭഗവാൻ സാത്വതാമ്പതി. ഇത് കേട്ടതോടെ ഒരു ഗോപന്മാരൊക്കെ ഓടി വന്നു. നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, വലിയ പെരുമ്പാമ്പ് വരിഞ്ഞു കിട്ടിയിരിക്കുന്നു. അവിടെ അവരെന്ത് ചെയ്തു? അലാതേർ ദഹ്യമാനോ, അലാത്ത് എന്ന് പറഞ്ഞാല് തീക്കൊള്ളി. ഈ തീക്കൊള്ളികളെ കൊണ്ടൊക്കെ അതിനെ വേഗം ഓടിക്കാൻ വേണ്ടിട്ടൊക്കെ അവര് നോക്കി. പക്ഷേ അവര് ആ സർപ്പത്തെ അടിക്കുകയും തീക്കൊള്ളി കൊണ്ട് ഒന്ന് പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടൊക്കെ നോക്കിയിട്ടൊന്നും ആ സർപ്പം ഒന്നുകൂടി വരിഞ്ഞു മുറുകയല്ലാതെ അതൊന്ന് പിടിവിടുന്നില്ല. എന്തായാലും കൃഷ്ണൻ അവിടെ അടുത്ത് ചെന്നിട്ടോ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ ചെന്ന് ഒന്ന് ഭേജേ സർപ്പവപൃഹിത്വാരൂപം വിദ്യാധരാർച്ചിതം സവൈ ഭഗവത ശ്രീമത് പാദസ്പർശഹദാ ശുഭ എന്നുള്ള രീതിയിൽ ഭഗവാൻ ആ കാലുകൊണ്ട് ഒരു തട്ടങ്ങ് തട്ടി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. തന്റെ തൃപ്പാദങ്ങൾ കൊണ്ടൊന്ന് തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? ഏഴേ സർപ്പവപൃഹിത്വാരൂപം വിദ്യാധരാർച്ചിതം. നേരെ ആ സർപ്പത്തിന്റെ ശരീരമൊക്കെ മാറി ഒരു വിദ്യാധരൻ, ഒരു സുന്ദരനായിട്ടുള്ള ഒരു ദേവൻ വിദ്യാധരനായിട്ട് അവിടെ രൂപത്തെ പ്രാപിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ നേരെ എന്ത് ചെയ്തു? ഈ വിദ്യാധരൻ എന്ത് ചെയ്തു? നേരെ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് പ്രണതം സമുപസ്ഥിതം തമപൃച്ഛദൃഷീകേശ പ്രണതം സമുപസ്ഥിതം ദീപ്യമാനേന വപുഷാ പുരുഷം ഹേമമാലിനം കോ ഭവാൻ പരയാ ലക്ഷ്മ്യാ രോചതേ അദ്ഭുത ദർശന കഥം ജുഗുപ്സിതാമേതാം ഗതിം വാ പ്രപിതോ വശാ. ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ഈ ഒരവസ്ഥയിലേക്ക് വന്നത്? നിന്റെ ആ സൗന്ദര്യം കണ്ടിട്ട്, അതാണ് രോചത അത്ഭുത ദർശന. ആ ഭഗവാൻ ആ സുന്ദരനായിട്ടുള്ള ആ വിദ്യാധരനെ കണ്ടു കഴിഞ്ഞത് അത്ഭുതപ്പെട്ട് ചോദിച്ചു, കോ ഭവാൻ പരയാലക്ഷ്മി, നീ ആരാണ്? നീ എന്താണ് ഇങ്ങനെ ജുഗുപ്സിതാമേതാം ഗതിംച പ്രാപിത ഓവശ. അപ്പൊ ഈ നിന്ദ്യമായിട്ടുള്ളൊരു അവസ്ഥയില് ഇങ്ങനെ ഭൂമിയിൽ എഴിഞ്ഞു നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നിനക്ക് വരാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ പാദങ്ങളിൽ നമസ്കരിച്ചു കിടന്നതായിട്ടുള്ള വിദ്യാധരൻ അവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞു, അഹം വിദ്യാധര കശ്ചിൽ സുദർശനീതി ശ്രുത. ഞാന് വിദ്യാധരൻ, സുദർശനൻ എന്നുള്ള ഒരു പേരായിട്ടുള്ള വിദ്യാധരനാണ്. അപ്പം സുദർശനൻ എന്ന് പറഞ്ഞാല് രണ്ടുണ്ട്, നല്ല അല്ലെ കണ്ണുള്ളവൻ എന്നും വേണമെങ്കിൽ പറയാം അല്ലെ. അതുപോലെ തന്നെ സുന്ദരനാണ് ഈ വിദ്യാധരൻ. അപ്പം ശ്രീയാ സ്വരൂപ സമ്പത്യ വിമാനേന ആചരം ദിശ. എന്റെ ഈ സൗന്ദര്യത്തിൽ ഞാൻ വല്ലാണ്ട് അഹങ്കരിച്ചു. അങ്ങനെ അഹങ്കരിച്ചു ഞാൻ മറ്റുള്ളവരെ ഋഷീൻ വിരൂപാനങ്കിരസ പ്രാഹസം രൂപദർപ്പിത തൈരിമാം പ്രാപിതോ യോനിം പ്രലബ്ധൈസ്വേന പത്മന. ഞാൻ അങ്കിരസ തുടങ്ങിയതായിട്ടുള്ള ഋഷീശ്വരന്മാരെയൊക്കെ പരിഹസിച്ചതിന്റെ പേരിൽ അവര് എന്നെ ശപിച്ചു. ആ ശാപം എന്തായി? എനിക്ക് ശപിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോഴാണ് എനിക്ക് എന്നെ ശപിക്കുകയല്ല അവർ ചെയ്തതെന്ന് മനസ്സിലായി. എന്താണ്? ശാപോമേനുഗ്രഹൈവ കൃതസ്ഥൈ കരുണാത്മഭി യദഹം ലോകഗുരുണാ പദസ്പൃഷ്ടോഹതാശുഭ.
ഓരോ ഭാഗവതത്തിന്റെ ഓരോ വരികളിൽ നിന്നും നമ്മളെ പലതും പഠിപ്പിക്കുന്നു. അവിടെ നോക്കൂ, ഇത്രയും നേരം നമ്മള് ആ പെരുമ്പാമ്പായിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കിടന്നതിലുള്ള ശാപം കിട്ടിയ ആർക്കെങ്കിലും പിന്നെ ഭഗവാനോട് ദേഷ്യം ഒരു സന്തോഷം ഉണ്ടാവുമോ അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവുമോ? ഇവിടെ എന്താ പറഞ്ഞത് വിദ്യാധരൻ? എത്ര കാരുണ്യം! എനിക്ക് ആ ശീശ്വരന്മാർ എന്നെ നന്നായിട്ട് അനുഗ്രഹിച്ചു എന്നാ പറയാ. പെരുമ്പാമ്പായിട്ട് നീ പോയി കിടക്കട്ടെ എന്ന് ശപിച്ചതിന് അത് ഭക്തന്മാരായപ്പോഴത്തേക്കും അവരുടെ കാഴ്ചപ്പാടൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് അനുഗ്രഹമല്ലേ ഉണ്ടായത്? കാരണം എന്താണ്? അതുകൊണ്ടല്ലേ അങ്ങേ എനിക്ക് കാണാൻ സാധിച്ചത്. അല്ലേ, കോടി ജന്മം അല്ലെങ്കിൽ എന്താണ് ഋഷീശ്വരന്മാരൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്യുന്നു അങ്ങയെ കാണാൻ വേണ്ടിയിട്ട്. ആ അങ്ങയെ ഇത്ര പെട്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കുകയും നമസ്കരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശാപമല്ല, ഒരിക്കലും അനുഗ്രഹമാണ് എന്ന് അവിടെ പറയാണ്. എന്തായാലും ആ സുദർശനൻ ഗംഭീരമായിട്ട് ഭഗവാനെ അവിടുന്ന് അങ്ങോട്ട് സ്തുതിച്ചു. ആ നന്ദിയുടെ ദർശനം കൊണ്ട് ഈ ഉള്ളവൻ ഇതാ പെട്ടെന്ന് തന്നെ ആ ബ്രാഹ്മണ ശാപത്തിൽ നിന്നും വിമുക്തനായി. അതുകൊണ്ട് അങ്ങയുടെ ആ തിരുനാമത്തെ തന്നെ ജപിക്കുവാൻ അവനവനെ തന്നെ ആ ജപം ശ്രവിക്കുന്ന അത് തന്നെയല്ല അവിടെ നിന്ന് പറയുന്നു എന്താണ്? തം ത്വാഹം ഭവഭീതാനാം പ്രപന്നാനാം ഭയാവഹം ആ വൃക്ഷേശാപനിർമുക്ത പാദസ്പർശം അവീമഹൻ. പാദസ്പർശം അമീവഹൻ, അതായത് അങ്ങയുടെ ആ ഒരു പാദസ്പർശം കിട്ടാൻ കാരണം എന്താണ്? ഇപ്പോ ആ ബ്രാഹ്മണര് എന്നെ എന്നെ അനുഗ്രഹിക്കുകയല്ലേ അപ്പൊ ചെയ്തത്? ശരിക്ക് അതെ, അനുഗ്രഹിക്കുകയാണ് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ, ഈ ദേവനും മഹായോഗീശ്വരനും മഹാപുരുഷനുമായിട്ടുള്ള അത് തന്നെയല്ല പിന്നെ സർവലോകേശ്വരേശ്വര മഹാപുരുഷ സൽപ്പതേഹേ. സത്പതേ എന്ന് പറഞ്ഞാല് സജ്ജനങ്ങളുടെ ഒക്കെ പതിയായിട്ടുള്ള അല്ലെ, സജ്ജനങ്ങളുടെ അധിപനും ലോക പാലന്മാർക്കെല്ലാം നാഥനുമായിട്ടുള്ള അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ഇത്യനുജ്ഞാപ്യദാശാരം പരിക്രമ്യ അഭിവന്ദ്യജ സുദർശനോ ദിവം യാത മോചിത. ഇങ്ങനെ ആ ഭഗവാനോട് യാത്ര ചോദിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ആ സുദർശനൻ അവിടെ നിന്ന് പോകുവാൻ വേണ്ടി തയ്യാറാകുകയാണ്. നന്ദഗോപരാകട്ടെ ആ ആപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഇപ്പം എന്തായാലും നിശാമ്യ കൃഷ്ണസ്യ തദാത്മവൈഭവം പ്രജൗകസോ വിസ്മിതചേതസ്തദാ സമാപ്യ തസ്മിൻ നിയമം പുനഃവ്രജം നൃപായയുസ്തൽ കഥയന്താദൃത. അവിടെ പറയുകയാണ് ആ കൃഷ്ണന്റെ സ്വപ്രഭാവം നേരിൽ കണ്ട് ആശ്ചര്യപൂർവമായിക്കൊണ്ട് ആ ഗോകുലവാസികളൊക്കെ പിറ്റേന്നാൾ ആ ക്ഷേത്രത്തിലെ പൂജാദികൾക്കെല്ലാം വേണ്ടതുപോലെ നിർവഹിച്ച് ആ കൃഷ്ണന്റെ വൈഭവത്തെ കുറിച്ചൊക്കെ അല്ലേ, ഇത്രയും കാലവും ഈ പൂതനാമോക്ഷമായാലും ശകടാസുര ഇതായാലും ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല ഗോപന്മാരൊന്നും. ഇതിപ്പോ കണ്ടതോടുകൂടി എന്തായി? ആ ഭഗവാന്റെ ആ മഹത്വത്തെ പാടി 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 ഗോകുലത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോയി എന്ന് പറയാണ്. അപ്പം വിദ്യാന്ധരാദികളായിട്ടുള്ളവരുടെ ആസ്ഥാനം ശരിക്ക് എവിടെയാണ്? ശരിക്ക് അന്തരീക്ഷത്തില് ഈ രാഹുവിന്റെ കൊട്ടാരമുണ്ട്, അല്ലെങ്കിൽ രാഹുവിന്റെ ലോകപാലന്മാർക്കൊക്കെ ഉള്ള ഓരോ സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ രാഹുവിന്റെ അടിയിലായിട്ടാണ് വിദ്യാധരന്മാരുടെ അതായത് ദ്യോവം എന്ന് പറഞ്ഞാല് എന്താ, സ്വർഗം. അപ്പം ആ സ്വർഗം എന്നും അന്തരീക്ഷം എന്നും ഒക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ അന്തരീക്ഷം അഥവാ അല്ലെങ്കിൽ ഭൂർലോകം അങ്ങനെയുള്ള ആ സ്ഥലത്താണ് ഈ പറഞ്ഞ വിദ്യാധരാദികളുടെ ഒക്കെ വാസസ്ഥാനം എന്ന് പറയാണ്. എന്തായാലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന്റെ അപ്പം എന്താണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി തരുന്നത് എന്താണ് ശരിക്കും? അപ്പം ഏതെങ്കിലും ഒരു ആപത്ത് കാലത്ത് നമുക്ക് ആ കണ്ണൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് സത്യത്തെ മനസ്സിലാക്കുക. കണ്ണൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു ആപത്തുമില്ല. നമ്മളൊക്കെ എന്തായി? നമുക്ക് പെട്ടെന്ന് നാമം ജപിക്കാനൊന്നും അല്ല, നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ എന്നുള്ളതാണ്. ഡോക്ടറെ കാണണം, ചികിത്സ ഭരിക്കണമെങ്കിലൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? അതൊക്കെ വേണമെങ്കിൽ ഈ നാമം മഹിമയാണ്. നാമത്തിന്റെ മഹിമ അത്ര കണ്ടുകൊണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും അവിടുന്ന് ആ ആപത്ത് കാലത്ത് നമുക്ക് ആ ഭഗവാന്റെ നാമം അത്ര കണ്ട് പ്രയോജനമാകും എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥ. പിന്നെ അടുത്തൊരു കഥ പറഞ്ഞു. കഥാചിതഥ ഗോവിന്ദോ രാമശ്ചാത്ഭുത വിക്രമ
വിജഹ്രതുർവനേ രാത്രിയാം മധ്യഗോ വ്രജയോഷിതാം ഉപഗീയമാനോ ലളിതം ശ്രീജനീർബദ്ധ സൗഹൃദേ സ്വലം കൃതാനുലിപ്താംഗോ സദ്ഗുണോ വിരജോംബരോ. അവിടെ അങ്ങനെ ഇരുന്നപ്പോ ഒരു അവസരത്തില് അത്ഭുത പരാക്രമികളായിട്ടുള്ള രാമകൃഷ്ണന്മാരൊക്കെ എല്ലാവരും കൂടി എങ്ങനെയാണോ രാസക്രീഡ നടന്ന ആ ശരത്കാലത്ത് ആ അർദ്ധരാത്രിയില് നിലാവെളിച്ചത്തില് ആ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളുടെ ഇടയില് ഉടുപതിയായിട്ടുള്ള ചന്ദ്രന്റെ ആ പ്രകാശം എല്ലായിടങ്ങളിലേക്കും എത്തിക്കുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന സമയത്ത് രാസലീല ചെയ്തതുപോലെ തന്നെ ഒരു രാത്രി കാലത്ത് ഇന്ന് രാമകൃഷ്ണന്മാര് എല്ലാവരും കൂടി അവിടെ വന്നു. അവിടെ വന്ന് അവിടെ ഗംഭീരമായിക്കൊണ്ട് സ്വലം കൃതാനുജിപ്താംഗോ സദ്ഗുണോ വിരജോംബരോ അല്ലെ, അവിടെ ഗംഭീരമായിട്ട് ആടയാഭരണങ്ങളും മുല്ലമാലകളും ഒക്കെ ധരിച്ചുകൊണ്ട് ഗോപസ്ത്രീകൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഗോപസ്ത്രീകൾ എന്താണ് കണ്ണന്റെ ഓരോ ലീലകളെയും ഉള്ള കീർത്തനങ്ങളും ഒക്കെ പാടിക്കൊണ്ട് ആ മധ്യത്തിലായിക്കൊണ്ട് ഗോപി സ്ത്രീകളുടെ ഒക്കെ മധ്യത്തിലായിക്കൊണ്ട് രാമകൃഷ്ണന്മാരിരുന്ന് ക്രീഡിക്കുകയായിരുന്നു അവിടെ. അപ്പം യഥാർത്ഥത്തില് കഴിഞ്ഞ രാസലീലയില് അവിടെ രാമന്റെ കഥ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊന്നും വേണ്ട. കാരണം എന്താണ്, കൃഷ്ണൻ ആരാ, രാമനും ആരാ? രാമനും ഭഗവാൻ തന്നെയാണ് അല്ലെ. അപ്പം ഇവിടെ രാമകൃഷ്ണന്മാരോടുകൂടി അവര് വേഷഭൂഷാദികളും കുറുക്കൂട്ടുകളും ഒക്കെ അണിഞ്ഞ്, അതുപോലെ തന്നെ വൈജയന്തി എന്നുള്ള വനമാല ആ കാട്ടിലുള്ള കർണികാര പുഷ്പങ്ങളെ കൊണ്ടും ഒക്കെ അലങ്കരിപ്പിച്ചു ഭഗവാനെ. അവിടുന്ന് ഗംഭീരമായിട്ട് ആദ്യം രണ്ടുപേരെ അങ്ങോട്ട് ഗംഭീരമായിട്ട് അങ്ങ് അലങ്കരിച്ച് സന്ധ്യ മയങ്ങുന്നതായിട്ടുള്ള സമയത്ത് ആ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശപരിശം ചൊരിയുന്നതായിട്ടുള്ള ആ സമയത്ത് വിടർന്ന മുല്ലപ്പൂക്കളുടെ ആ സൗരഭ്യത്തോടുകൂടി വണ്ടുകൾ നിരനിരയായിക്കൊണ്ട് ഹരേ രാമ ഹരേ രാമ. ഇന്നിപ്പോ ഹര മാത്രമല്ല, ഹരിഹരി എന്നാണ് സാധാരണ പറയാറ്. ഇപ്പൊ അങ്ങനെയല്ല, ഹരേ രാമ കൃഷ്ണനെ രാമനെ മാറി 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 വിളിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള വണ്ടുകള് അവിടെ. അതുപോലെ തന്നെ പൊയ്കകളിൽ എങ്ങനെയാണ്, അവിടെ ആമ്പൽ പൂക്കളൊക്കെ ഗംഭീരമായിട്ട് വിടർന്നു നിൽക്കുന്നു. ആ ആമ്പൽ പൂക്കളുടെ സുഗന്ധം അത് നുകർന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി മന്ദമാരുതൻ അവരുടെ അടുത്തേക്ക് മെല്ലെ ആ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ സന്തോഷത്തോടുകൂടി ആ സുഗന്ധം എല്ലാവരിലും എത്തിക്കുന്നു. ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുമാറ് ആ രാമകൃഷ്ണന്മാരൊക്കെ അവിടുന്ന് ഗംഭീരമായിട്ട് ഗാനം ആലപിച്ചു എന്ന് പറയാണ്. ആ ഗാനം അത്യന്തം മധുരമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? കാരണം ആ ഒരു അന്തരീക്ഷം അതാണ്. എല്ലാവരുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് ശാന്തമായിട്ടുള്ള ആ നിശയില് രാത്രിയില് ഗംഭീരമായിട്ട് ആ മാധുര്യമേറിയതായിട്ടുള്ള രീതിയിൽ സ്വരജാതിയുടെ ആരോഹണ അവരോഹണ ക്രമത്തിനൊക്കെ ഒപ്പത്തിനൊപ്പം കൽപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു കീർത്തനം സകല ജീവജാലങ്ങൾക്കും ഇന്ന് കാതിനും കരളിനും ഒക്കെ വല്ലാത്ത എന്തെന്നില്ലാത്ത ഒരു തണുപ്പ്, ഒരു കുളിര് അവിടെ ഉണ്ടായി എന്ന് പറയാണ്. അങ്ങനെയുള്ള ആ രാമകൃഷ്ണന്മാരുടെ കീർത്തനങ്ങൾ കേട്ട് ഗോപസ്ത്രീകൾ പോലും അമ്പരന്നു എന്ന് പറയാണ്. അവരപ്പോഴാണ് ഈ ഈശ്വരത്വം മനസ്സിലാകുന്ന. അപ്പോഴാണ് അവര് വിചാരിച്ചു അവരാണ് കേമായിട്ട് പാട്ട് പാടുകയും നൃത്തം ചെയ്യുന്നതൊക്കെ. ഞങ്ങളൊക്കെ കഴിഞ്ഞ് ആളില്ലെന്ന് അവർ വിചാരിച്ച്. പക്ഷെ അവര് പാടുന്നതും അവർ നൃത്തം ചെയ്യുന്നതൊക്കെ ആരാണ് അവരുടെ ഉള്ളിൽ നിന്ന് ചെയ്യിക്കുന്നത്? ഇതൊക്കെ ഈ രാമകൃഷ്ണന്മാരല്ലേ. അപ്പം അവരുടെ ഗാനം കേട്ട് കഴിഞ്ഞിട്ട് ഇവര് അമ്പരന്നു എന്ന് പറയാണ്. അവരവരുടെ ആ ലയം, ആ ഭഗവാന്റെ പാട്ട് കേൾക്കുകയും ഭഗവാന്റെ നൃത്തവും കണ്ട് അങ്ങനെ ഇപ്പൊ രാസലീലയില് എല്ലാം വിട്ട്, കാമങ്ങളെല്ലാം വിട്ട് ഭഗവാനോട് ചേർന്ന് ഇരിക്കുന്ന ഒരു സമയം. അങ്ങനെ ആനന്ദ നിർവൃതിയില് ഇരിക്കുന്ന ഗോപികമാര് ഒന്നും അറിയുന്നില്ല. കാരണം എന്താണ്? അവര് ഉടുത്തിട്ടുള്ള ഉടുവസ്ത്രങ്ങൾ പോലും അറിയുന്നില്ല അല്ലെ. നമ്മളെ രാസലീലയിൽ പറഞ്ഞു അവരുടെ ശരീരം അവർക്ക് ഇന്നിപ്പോ ഒരു ഭാരമല്ല, അവര് ശരീരം ഉണ്ടെന്ന് തന്നെ അവർക്കറിയില്ല. അത്ര കണ്ട് ആ ആനന്ദത്തിൽ ലയിച്ചു പോയി എന്ന് പറയുകയാണ് അവിടെ. അപ്പം യഥാർത്ഥത്തിൽ ഗോപി എന്ന് പറഞ്ഞ ആരാണ്? ഗൗ ശബ്ദത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ എന്നാ പറയുക. പിന്നെയോ പി എന്ന് പറഞ്ഞാൽ ആ പകാരത്തിൽ നിന്ന് പാനം ചെയ്യുക. അപ്പം ഇന്ദ്രിയങ്ങളെ കൊണ്ട് എല്ലാം നമ്മളുടെ ഈ അന്ധകരണങ്ങളെ കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും തൊക്കുകൊണ്ടും നാസിക കൊണ്ടും ഒക്കെ ആ ഭഗവാനെ മാത്രം പൂർണ്ണമായിട്ട് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ അല്ലെ അവിടുന്ന് ആവേശിപ്പിച്ചത് ആരാണോ അവരാണ് ഗോപി എന്ന് പറയണം. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ ആ ഭഗവാനെ പാനം ചെയ്തത് ആരാണോ അതാണ് ഗോപി എന്ന് നമുക്ക് ഇതിനു മുമ്പ് നമ്മുടെ പ്രഹ്ലാദ സ്തുതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പ്രഹ്ലാദ സ്തുതി എന്താണ് പറഞ്ഞത്? അവിടെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ
ഈ ഇന്ദ്രിയങ്ങൾ പല വിധത്തിലുള്ള ആസക്തികൾക്ക് കാരണമായിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങളെ അവിടുന്ന് വേണ്ട രീതിയിൽ ഒന്ന് ഈ നശ്വരമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ പുറകെ സുഖങ്ങളുടെ പുറകെ ഇന്ദ്രിയങ്ങൾ പോകാതെ അനശ്വരമായിട്ടുള്ള എന്താണ് അനന്തതയുടെ പാരമ്യത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള അവസാനമില്ലാത്തതായിട്ടുള്ള നിത്യാനന്ദം അനുഭവിക്കുന്നതായിട്ടുള്ള ആ അനശ്വരമായി ആ ഭഗവാനിലേക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കണേ. ശരീരം വന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകും, ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിൽ ആസ്വാദനം ഉണ്ടാകും. ഈ ആസക്തി മുഴുവൻ എന്തിലേക്കാകണം? അത് ഭഗവാനിലേക്കാകണേ എന്ന് പ്രഹ്ലാദൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. അതേപോലെയാണ് അതാ ഇവിടെ ഗോപികമാരും എന്ന് അവിടെ കാണിച്ചു തരുന്നു. എന്തായാലും ആ ഗാനലഹരിയില് എല്ലാം മറന്ന് അവര് ആട്ടവും പാട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ശംഖുചൂടൻ എന്നുള്ള ഒരു കുബേര ഭൃത്യൻ അവിടെ വന്നു ചേർന്നു. അവിടെ കുബേരന്റെ ഭൃത്യനായിട്ടുള്ള ശംഖുചൂടൻ രാമകൃഷ്ണന്മാര് കാണുക തന്നെ അവരുടെ ആ സംരക്ഷണത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആ സ്ത്രീകളെ യാതൊരു കൂസലും കൂടാതെ അവര് ആ ശംഖുചൂടൻ ആ ഈ ഗോപസ്ത്രീകളെ എല്ലാം വട്ടം പിടിച്ചുകൊണ്ട് നേരെ വടക്കേ ദിക്കിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുക അവിടെ. रोशന്തം കൃഷ്ണരാമേതി വിലോക്യ സ്വപരിഗ്രഹം യഥാഗാദസ്യുനാഗ്രസ്ത ഭ്രാതരാവന്വധാവതം ദിശ്യുദീച്യാം അശങ്കിത. ഉദീച്യം എന്ന് ഉദീച്യം എന്ന് പറഞ്ഞാല് വടക്ക് ദിക്കെന്നാണ് അത്. അപ്പം വടക്ക് ദിക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? അവരവിടുന്ന് മുറവിളിയിട്ട് കരഞ്ഞു. അവിടുന്ന് കൃഷ്ണ രാമ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് മുറവിട്ട് കരഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഇല്ലേ, നന്ദഗോപര് കാണിച്ചു കൊടുത്തു എന്താ ആപത്ത് വരുമ്പോ ചെയ്യേണ്ടത്. വേറൊന്നും ചെയ്യാനില്ല, കൃഷ്ണനെ വിളിച്ചോളുക, രാമനെ വിളിച്ചോളുക. അതേ കലികാലത്തേക്ക് നമുക്ക് അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു നല്ലൊരു മഹാമന്ത്രം നമുക്ക് തന്നിട്ടുമുണ്ട് ഭഗവാൻ അല്ലേ. ആ വിളി നിർത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ആ രാമനെയും കൃഷ്ണനെയും മാറി മാറി അവർ വിളിച്ചു. തങ്ങളുടെ സ്വന്തക്കാരുമായിട്ടുള്ള അവരെ ശംഖുചൂടൻ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? പശുക്കളെയൊക്കെ മോഷ്ടിച്ച് ഓടുന്നതായിട്ടുള്ള തസ്കരന്മാരുടെ പുറകെ എങ്ങനെയാണോ പണ്ട് രാമകൃഷ്ണന്മാര് കുതിച്ചു പാഞ്ഞത് അതേപോലെ ദാ പേടിക്കണ്ട ഗോപികമാരെ എന്ന് ഭഗവാൻ അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്. പേടിക്കേ വേണ്ട നിങ്ങള് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവര് ആ രാമകൃഷ്ണന്മാരെ നേരെ അവിടെ എത്തി ഓടി. അവരുടെ ആ ഓട്ടത്തിന്റെ ശക്തി കൊണ്ടെന്താണ് താമസമന്യേ ആ നീചനായിട്ടുള്ള ശംഖുചൂടനേതാ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ സവീക്ഷ്യതാവനുപ്രാപ്തോ കാലമൃത്യോ ഇവോദ്വിജൻ വിസൃജ്യ ശ്രീജനം മൂഢ പ്രാദ്രവൽ ജീവിതേച്ഛയാ. എന്തായാലും അവിടെ മരണകാലം അല്ലെങ്കിൽ ആ മരണകാലവും അതുപോലെ തന്നെ അന്തകനും ഒരുമിച്ച് തന്നെ ഇവിടെ സമീപത്തേക്ക് എത്തിയതായിട്ടാണ് തോന്നുന്നതെന്നാണ് പറയുക. കാരണം എന്താണ്? അഹങ്കാരത്തിന്റെ പ്രതീകമാണ് ബലരാമൻ അല്ലേ. അപ്പം ആ അഹം എന്നുള്ളതും അല്ലെങ്കിൽ അഹവും കാരവും കൂടെ കൂടിക്കൊണ്ട് അന്തകനും ആ മരണകാലവും ഇപ്പൊ കാലവും അന്തകനും കൂടി ഒരുമിച്ച് സമീപത്തേക്ക് എത്തിയതായിട്ട് തോന്നിയതായിട്ടുള്ള ആ ബുദ്ധിഹീനൻ എന്ത് പരിഭ്രമിച്ചു, വല്ലാണ്ടൊന്ന് പരിഭ്രമിച്ചു. അങ്ങനെ ആ ജീവനില് ആ പ്രാണനിൽ എന്താ പ്രാണനെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള അവൻ ആ ജീവനെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ട് സ്ത്രീകളെയൊക്കെ അവിടുന്ന് വേഗം അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് പരക്കം പാഞ്ഞു അവിടുന്ന്. അങ്ങനെ ആ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ട രാമകൃഷ്ണന്മാര് അവരുടെ കൂടെ നിന്ന് ആ ശംഖചൂടന്റെ ശിരസില് ഉള്ള വിശേഷപ്പെട്ടതായിട്ടുള്ള ഒരു ശിരോരത്നമുണ്ട്. അവിടെ ചെന്ന് ആ രത്നത്തെ അവിടുന്ന് സ്വീകരിച്ച് കൈക്കലാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൃഷ്ണൻ അവിടെ ഓടുന്നിടത്തെല്ലാം പിന്തുടർന്നു. ഇവന്റെ പുറകെ തന്നെ ഓടി അവിടെ. അങ്ങനെ ധാരാളം ഒന്നും ഭഗവാൻ ഓടിപ്പിച്ചില്ല പിന്നെ അവനെ കൊണ്ട്. അങ്ങനെ ഓടാതെ അവന്റെ അടുത്തേക്ക് എത്തിയതായിട്ടുള്ള കൃഷ്ണൻ മുഷ്ടി കൊണ്ട് കൊടുത്തു ഒരെണ്ണം അവന്റെ ശിരസില്. അങ്ങനെ ആ ശംഖചൂടന്റെ ശിരസിലുണ്ടായിരുന്നതായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള രത്നം അതങ്ങോട്ട് സ്വീകരിച്ചു. ആ ചൂടാരത്നം തന്റെ ഏട്ടനായിട്ടുള്ള ആ ബലരാമ സ്വാമിക്ക് അത് സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ് പറയുക. എന്തായാലും ഈ ഒരു രണ്ട് കഥനങ്ങളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന എന്താണ് ശരിക്ക് അല്ലെ? ഭാഗവതം എന്നുള്ള ഭാഗവതം പല പ്രകരണത്തിലൂടെയും നമുക്ക് കാണിച്ചു തരുന്ന എന്താണ്? ഭകാരോ ഭക്തി പൂർവശ്ച ഗകാരോ ഗർവവർജിത വകാരോ വാക്യസമ്പത്തി തകാരോ തത്വ നിർവൃത്തി അല്ലെ, തത്വനിർണയം എന്ന് വേണേൽ പറയാം. ഭാഗവതം കൊണ്ട് കാണിച്ചിരുന്നതാണ്.
ഭകാരം കൊണ്ട് ഭക്തി പൂർവശ്ച, ഭക്തി വർധനം, അല്ലെ, ഭക്തിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഭഗവാൻ കഥകള് അല്ലെങ്കിൽ ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഗകാരോ ഗർവനാശക, അല്ലെങ്കിൽ ഗർവവർജിത, നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാരത്തെയും ഇല്ലാണ്ടാക്കുവാൻ ഭാഗവതം. അങ്ങനെ നമ്മളുടെ ഉള്ളില് ഭക്തി വർദ്ധിച്ച് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരങ്ങളെല്ലാം മാറി വാക്യസമ്പത്തി, പല വിധത്തിലുള്ള ഉപനിഷത് വാക്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും, അല്ലെ? തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, എന്താണ് അഹം ബ്രഹ്മ അസ്മി തുടങ്ങിയതായിട്ടുള്ള ആ വേദങ്ങളിലെ 4 വേദങ്ങളിലെ ഉപനിഷത് സാരങ്ങളെ, ആ വാക്യസമ്പത്തിയെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് തകാരോ തത്വനിർണയം, തകാരം കൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനും ആധാരം ഒന്ന് തന്നെയാണ്, അദ്വയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓരോ കഥകളിലൂടെയും അവിടെ കാണിച്ചു തരികയാണ് അവിടെ. അപ്പം യഥാർത്ഥത്തിൽ അവിടെ ആ മനസ്സിന്റെ ഗുണം, മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. മനസ്സ് നമുക്ക് മനസ്സിനെ വേണ്ട രീതിയിൽ രൂപപ്പെടുത്തി എടുക്കാവുന്നതാണ്. ആകാശത്തെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ആകാശത്തെ കണ്ടു കഴിഞ്ഞാൽ അനന്തമായിട്ടുള്ള ആകാശത്തെ ഉൾക്കൊള്ളുവാൻ ഈ മനസ്സിന് കഴിയും. അതേപോലെ തന്നെ എന്താണ്, ഒരു കുന്നിക്കുരു കണ്ടു കഴിഞ്ഞാലോ ആ കുന്നിക്കുരുവിനോളം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ കഴിയും. അല്ലേ, എന്താ യോ മഹതീ മഹതോ മഹീയാൻ എന്ന് പറയാറില്ലേ, അണോരണീയാൻ മഹതോ മഹീയാൻ. അപ്പം മനസ്സിന്റെ ഗുണം എന്നുള്ളത് നിസാരമല്ല. ഈ അണിമ മഹിമ ലഘിമ ഗരിമ തുടങ്ങിയതായിട്ടുള്ള എല്ലാം പരകായ പ്രവേശം വരെ നമുക്ക് ഈ മനസ്സുകൊണ്ട് നമുക്ക് ഭാവത്തെ എത്തിക്കാൻ സാധിക്കും. പരകായ പ്രവേശം നമ്മളൊക്കെ ഇന്ന് ചെയ്യേണ്ടത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പരകായ പ്രവേശം ചെയ്യുന്നുണ്ട്. സജ്ജനങ്ങളെ കാണുമ്പോൾ സജ്ജനങ്ങളിലേക്ക് ആവേശിക്കപ്പെടുന്നുണ്ട്. അപ്പം എന്ത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മനസ്സെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് മനസ്സെന്ന് പറഞ്ഞാല് 3 ഗുണങ്ങളോട് കൂടിയതായിട്ടുള്ള ഭാവമാണ്, നമ്മളുടെ ഉള്ളിലുള്ള ഭാവമാണ്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഈ മനസ്സിന്റെ ഭാവം കൊണ്ട് നമുക്ക് എന്തിനെയാണോ കാണുന്നത് അതിനെ മുഴുവൻ സ്വാംശീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു, അല്ലെ, നമ്മൾ പറയാറില്ലേ മനോരാധികം എന്ന് പറയാറില്ലേ, നമുക്ക് എവിടെയൊക്കെ ചെന്നെത്താൻ സാധിക്കും നമ്മുടെ മനസ്സുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള മനസ്സിനെ വേണ്ട രീതിയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കുവാൻ സാധിക്കണം അവിടെ. ശരിക്ക് നമ്മളുടെ സജ്ജനങ്ങളുടെ ഒക്കെ പ്രാർത്ഥന എന്താണ് ശരിക്ക്, അല്ലെ? ഭയമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകണം. നമുക്ക് എപ്പോഴാ ഈ ഭയം ഉണ്ടാകുക? നമുക്ക് ഭയം ഉണ്ടാകുന്ന എപ്പോഴാ, അല്ലെ? ഒരിക്കലും നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിന്റെ മുമ്പിലെത്തും. അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നതാണ് ഈ ഭയം എന്ന് പറയുന്നത് അവിടെ. ഈ ഭയം നമ്മളിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ബുദ്ധിയെ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഒക്കെ ആ ഗോപികമാരെങ്ങനെയാണോ ഇന്ദ്രിയങ്ങളെ, അല്ലെ, ഇന്ദ്രിയങ്ങളുടെ ആസക്തി മുഴുവൻ ഭഗവാനോട് ചേർത്ത് വെച്ചത്, അതേപോലെ നമുക്കും സാധിക്കുകയാണെങ്കിൽ എന്നും അവിടെ, അല്ലെ, അഭയമാണ് എന്ന് പറയാണ്. പണ്ട് അപ്പൊ ഈ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശരിക്ക്, ഈ ഇന്ന് സനാഥകളായിക്കൊണ്ടിരിക്കുകയാണ്. സനാഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗന്നാഥനില് ലയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗോപികമാര്. അങ്ങനെയുള്ള ആ ഗോപിയായിട്ട് മാറാൻ നമുക്കൊക്കെ സാധിക്കണം എന്ന് പറയാണ്. ഇതാണ് ഇതിനകത്തെ ആന്തരികമായിട്ടുള്ളൊരു അർത്ഥം. അതാണ് ശരിക്കും ഈശ്വരാനുഭവത്തിന് വേണ്ടിയിട്ട് കൊതിച്ച് 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 മനസ്സിനെ പല, അല്ലെ, എന്താണ്, പല തടസ്സങ്ങളും വന്നു ചേരും, പല സുഖങ്ങളായിട്ടും ഒക്കെ. അതാണ് ഇതുപോലെയുള്ള ശംഖചൂടനായിട്ടും ഒക്കെ ഓരോ അസുരന്മാരൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അവിടെ നമ്മൾ ആ ഭഗവാനിലേക്ക് ചെന്നെത്തുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ അവിടെ വന്നു ചേരുമെങ്കിൽ അത് അപഹരിക്കുവാൻ വേണ്ടി ചെയ്യും. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ജപം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അവിടെയൊക്കെ തടസ്സങ്ങളായിട്ട് വരുന്നുണ്ട് എങ്കിൽ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യുവാൻ നമ്മളുടെ നാമജപത്തിന് സാധിക്കും എന്നവിടെ പറയാണ്. അപ്പം അവിടെ ഒട്ടും നിങ്ങൾ പേടിക്കുക. അതാണ് അവിടുത്തെ ആ ഒരു ശ്ലോകം നോക്കി അറിയാം. മാ ഭയിഷ്ടേ, അല്ലെ, മാ ഭയിഷ്ടേത്യഭയാരാവോ ശാലഹസ്തൗ തരസ്വിനൗ ആസേതുസ്തം തരസാ ത്വരിതം ഗുഹ്യകാധമം. നമ്മളുടെ ഈ ഗുഹ്യമായിട്ടുള്ള ഹൃദയപ്രദേശത്തിൽ എന്താണ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കണ്ണൻ യാതൊരു സംശയവുമില്ല
ഓടി വരുമെന്നാ പറയാ. നമ്മളുടെ ജപത്തിനോ നമ്മളുടെ സത്സംഗത്തിനോ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഭഗവാന് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അവിടുന്ന് എവിടെയാണോ ഭഗവാൻ, ഏത് ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ പോലും അവിടുന്ന് ഭഗവാൻ ഓടി വന്ന് മനസ്സിനെ വേണ്ട രീതിയിൽ അവിടെ ഇതാക്കുന്നു അല്ലെ. അവിടെ രുക്മിണി ദേവി പ്രാർത്ഥിക്കുന്നില്ലേ സ്വയംവര സമയത്ത്? എന്താ പറഞ്ഞത്? ഭഗവാനെ, കാര്യമൊക്കെ ശരിയാണ്, എനിക്ക് അവിടുത്തെ അടുത്തേക്കൊന്നും ഓടി എത്താൻ പറ്റിക്കോളണം എന്ന് നിർബന്ധമില്ല. അവിടെ ഞാൻ അതുപോലെ ഒരു വലിയൊരു കെട്ടില് പെട്ടുകിടക്കുകയാണ് അല്ലെ. രുക്മിണിയായിട്ടുള്ള എൻ്റെ ഏട്ടന്റെ ഒരു വലിയൊരു വലയത്തിൽ ഞാൻ കിടക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് ഓടി വരാനൊന്നും സാധിച്ചെന്നിരിക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ രഥം കൊണ്ട് വന്ന് എൻ്റെ ഈ കെട്ടഴിച്ച് വീരശുൽക്കം കൊടുത്ത് എന്നെ അവിടുന്ന് സ്വീകരിച്ചോളണം എന്ന് ഭഗവാനോടൊന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും പറയാനുള്ളത് അത് തന്നെയുള്ളൂ അല്ലെ. ഈ രണ്ട് കഥകളിൽ നിന്ന് നമുക്കും പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഹേ ഭഗവാനെ, ഈ കെട്ടിൽ നിന്ന് ഒന്ന് അവിടുന്ന് സ്വീകരിക്കണേ അല്ലെ. തടാകത്തിലൊക്കെ എങ്ങനെയാണോ പായൽ മൂടിക്കിടക്കുന്നത്, ആ പായൽ മാറ്റി കഴിയുമ്പോഴത്തേക്കും എത്ര കണ്ട് സുതാര്യമായിട്ടുള്ള ഒരു എന്താണ് കണ്ണീര് പോലെയുള്ള വെള്ളം നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഈ പായലാകുന്നതായിട്ടുള്ള മാലിന്യങ്ങളെ തുടച്ചു മാറ്റുവാൻ അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെ അല്ലെ. അപ്പം ഈ നശ്വരത അറിയുമ്പോൾ എങ്ങനെയാണോ ആ വിഷയസുഖങ്ങളുടെ ഒക്കെ, കാരണം ഇതിൻ്റെയൊക്കെ അവസാനം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വിഷയസുഖങ്ങളിലേക്ക് പോകും, അത് ശരീരത്തിന്റെ പ്രകൃതിയാണത്. പക്ഷേ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള നശ്വരതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഈ വിഷയസുഖം അനുഭവിച്ച് അതിന്റെ ആ നശ്വരതയുടെ പാരമ്യത്തിലേക്ക് എപ്പോഴും എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനപ്പുറത്ത് അനന്യമായിട്ടുള്ള ഒരു ജ്യോതി അവിടെ ഉണ്ടായിരുന്നു, അനശ്വരതയില് ചെന്ന് എത്തിപ്പെടേണ്ടതായിരുന്നു നമ്മൾ എന്ന് പിന്നീട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അതിനു മുൻപ് തന്നെ അനശ്വരമായിട്ടുള്ള എന്നും അനന്തമായിട്ടുള്ള ആനന്ദം നമുക്ക് നൽകുന്നതായിട്ടുള്ള ആ കണ്ണന്റെ തൃച്ചേവടികൾ മാത്രമാണ് ജീവിതത്തിൽ നമുക്ക് ആശ്രയം, ആനന്ദം, നിത്യാനന്ദം നൽകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഭഗവാനെ സ്മരിക്കുകയാണ് വേണ്ടത് എന്ന് നമുക്കതാ ഈ ഒരു രണ്ട് കഥകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇവിടെ ശരിക്ക് ആ രാസലീലയുടെ ഒരു തുടർച്ചയാണോ എന്ന് സംശയം. കാരണം ആ ഗോപികളുടെ ഭക്തിയെ ഒന്നുകൂടി അവിടുന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തില് ആ ഗോപികമാരുടെ ആ ഇന്ദ്രിയവൃത്തികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ ഈ കഥകൾ എന്ന് നമുക്ക് തോന്നിപ്പോകുമെല്ലാം. ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആ പാരായണത്തിലേക്ക് കിടക്കാം. ഇന്ന് 34-ാമത്തെ അധ്യായം ഇന്ന് പാരായണം ചെയ്യുന്നത് നളിനിയേടത്തിയാണ്, ഏറ്റുമാനൂര്.